സഖാക്കന്മാർ ധൈര്യപൂർവ്വം അഭിപ്രായം പറയണം, ആരും ഭയക്കാതെ അഭിപ്രായം പറയണം, തെറ്റുകൾ തിരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്തെന്നറിയോ? ഈ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ്, LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിച്ച് ചിഹ്നം പോലും വെക്കാതെ പിണറായി വിജയൻ്റെ മുഖം കാണിച്ച് ഫ്ലെക്സ് അടിച്ച് വെച്ച് തോറ്റതിന് ശേഷം ആദ്യം ചെയ്തത് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി തീരുമാനിച്ചു. എന്നിട്ട് ഇവർ റിവ്യൂ കമ്മിറ്റി നടക്കുക. കമ്മിറ്റിയിലെ തീരുമാനം എന്തായാലും ഒരുപാട് പേര് പിണറായി വിജയനെ എതിർത്ത് പറയുന്നു, ജനാധിപത്യം ഉണ്ടെന്നൊക്കെ വ്യാജന വാർത്തകൾ വരുന്നുണ്ടെങ്കിലും പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവ് തെറ്റുതിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോപൻ ഉൾപ്പെടെയുള്ള ആളുകൾ തെറ്റുതിരുത്തലിൻ്റെ ഭാഗത്താണ്. പക്ഷെ അപ്പോഴും പിണറായി വിജയൻ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച ആ തോന്നിവാസത്തെ, ആ കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിച്ച ആ പദപ്രയോഗത്തെ തള്ളിപ്പറയാൻ ഇതുവരെ ഇവർ തയ്യാറാകുന്നില്ല. എന്തൊരു കഷ്ടമാണ്. പരാജയപ്പെട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് സമ്മതിച്ചുകൂടെ ആ വാക്കുകൾ തെറ്റായിരുന്നുവെന്ന്? നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പല്ല തോക്കാൻ പോകുന്നത്. ഞാൻ സ്ഥിരം പറയുന്നത് പോലെ അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി തോക്കാനുള്ള പണിയാണ് നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2031 തോക്കാനുള്ള പണി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ സംഭവം? ചരിത്രത്തിൽ P രാജീവിന്റെ ഉടുതുണി അഴിച്ച് ഇടിച്ചില്ലേ? അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥി നേതാക്കൾ KSUവിലെയും SFIയിലെയും യൂത്ത് കോൺഗ്രസിലെയും അതുപോലെ DYFIയിലെ ഒക്കെ നേതാക്കന്മാർ സമരത്തിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നേ. അത് പല കാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട്. അത് സമരത്തിന്റെ ഭാഗമായിട്ട് നടന്നതാണ്. സമരം ചെയ്യുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. അത്തരം മർദ്ദനങ്ങൾ KC വേണുഗോപാലിനെ നന്ദാവനം ക്യാമ്പിൽ കൊണ്ടുപോയി ഇടിച്ച് ഇഞ്ചപ്പരിവാക്കിയ കഥ ഞാൻ പറയണോ? അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ കഥ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. അതല്ല സംഭവം. ഗോവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മുഖ്യമന്ത്രി പോകുമ്പോൾ വഴിയിൽ കാത്തുനിന്ന് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച ചെറുപ്പക്കാരെ പോലീസ് അല്ല അടിച്ചത്. അന്ന് അടിച്ചത് DYFIക്കാരാണ്. കണ്ണൂര് DYFIക്കാരും SFIക്കാരും ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും പട്ടിക കൊണ്ടും കമ്പി വടി കൊണ്ടും തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ്, ഞാൻ കണ്ടിരുന്നു, അത് വണ്ടിക്ക് മുമ്പിൽ ചാടി മരിക്കാതിരിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാപ്രവർത്തനമെന്ന്. അതിങ്ങനെ തുടർന്ന് വന്ന് ആലപ്പുഴയിൽ എത്തിയപ്പോൾ ഇന്നത്തെ MLA AD തോമസിന്റെ തലയടിച്ച് പൊട്ടിക്കാൻ നോക്കിയത് ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ പണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷ ഒരുക്കുക എന്നുള്ളതാ. അല്ലാതെ ലോക്കൽ പോലീസ് പിടിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന സമരക്കാരെ ആ കടയുടെ ഓരത്ത് വെച്ചിട്ട് തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ നോക്കുന്നതല്ല. ഇവിടെയുള്ളൊരു പ്രശ്നം ഇവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായാലും SFIക്കാരായാലും DYFIക്കാരായാലും ഇത് നല്ലതാണെന്ന് പറഞ്ഞ ആഭ്യന്തര ഉപമന്ത്രി പിണറായി വിജയനായാലും ഇവരെല്ലാവരും കൂടിയിട്ടാണ് തോൽപ്പിച്ചത്. ഇപ്പോഴും മനസ്സിലായാലും പിണറായി വിജയൻ ഒറ്റയ്ക്കാണ് തെറ്റിദ്ധരിക്കരുത്. ഈ മുദ്രാവാക്യം വിളി കേട്ടപ്പോൾ കഴുത്തുളുക്കി അത്യാസന നിലയിലായി ആരോഗ്യമന്ത്രി. നമ്മൾ ഓർക്കുന്നില്ലേ ആര്യ? അപ്പൊ മുദ്രാവാക്യം വിളി കേൾക്കുമ്പോഴത്തേനും അത് വധശ്രമമാണെന്ന് പറഞ്ഞ കേസെടുക്കുന്ന പിണറായി വിജയൻ കേരളം ഭരിച്ച കാലത്താണ് തലക്കടിച്ച് മനുഷ്യരെ കൊല്ലാൻ നോക്കുന്ന പരിപാടിയെ രക്ഷാപ്രവർത്തനം എന്ന് അതേ ആഭ്യന്തര ഉപമന്ത്രി പറയുന്നത്. ഇത് രണ്ടും കൂടി ഒന്നിച്ചു പോകില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചു. ഈ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പിണറായി സ്ത്രീകൾക്ക് മാത്രം ബാധകമാണ്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സാമാന്യബോധം നഷ്ടപ്പെടാത്ത പൗരബോധമുള്ള മനുഷ്യർക്ക് അത് ചേരാത്താന്ന് മനസ്സിലായി. ഇവിടെ തെരുവ് മർദ്ദനങ്ങളെ കുറിച്ച് പറയുന്നു. ഈ തെരുവ് മർദ്ദനങ്ങൾ പോലീസിനെതിരെ സമരം ചെയ്യുമ്പോൾ, സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ കാലാകാലങ്ങളിൽ പോലീസ് നടത്തുന്ന അതിന്റെ ലാത്തി ചാർജിന്റെ ഭാഗമായിട്ട് മർദ്ദനം കിട്ടിയിട്ടുണ്ട്. പലർക്കും കിട്ടിയിട്ടുണ്ടെന്നേ, ഒരുപാട് പേർക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇതിനെ സാധൂകരിക്കുന്നത്. ഗൺമാന്മാരുടെ പണി പിണറായി വിജയന് സുരക്ഷ ഒരുക്കില്ല. അല്ലാതെ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി കടത്തിണ്ണയിൽ നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരുടെ തല അടിച്ചു പൊട്ടിച്ച് കൊല്ലാൻ നോക്കുന്നതല്ല. DYFIക്കാരുടെ പണി എന്താ? പോലീസിന്റെ പണി പോലീസാണ് എടുക്കണ്ടേ? DYFIക്കാരും SFIക്കാരാണോ പിണറായി വിജയന് സുരക്ഷ ഒരുക്കുന്നത്? അങ്ങനെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടത് കൊണ്ടാണോ DYFIയും SFIയും? അതിനേക്കാൾ ഒരു പ്രധാന വിഷയം അന്നത്തെ ലോ ആൻഡ് ഓർഡർ ADGPക്ക് ഇതിൽ നടത്തിയ ഇടപെടൽ കൂടി ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നു. അതിലേക്ക് നമുക്ക് വരാം. ആ കാര്യത്തിൽ ഈ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേദിയിൽ വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് പൊതുസമൂഹത്തിലുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ അതിന് പ്രത്യേകത കുറേ കൂടി പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രി VD സതീശന് പ്രത്യേകിച്ച് ഒരു റോളുമുള്ള ഒരു ചടങ്ങായിരുന്നില്ല. ഗവർണറുടെ മേൽനോട്ടത്തിൽ രാജ്ഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ വന്ദേമാതരം ആലപിക്കും എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ മുഴുവൻ സ്റ്റാൻസയും ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഇൻഫർമേഷൻസ് പാസ് ചെയ്തൊന്നുമില്ല. അതുമാത്രമല്ല, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുൻപേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് അംഗീകരിക്കുകയും ഇല്ലല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നിലപാടുകൾ വെച്ചിട്ട് അദ്ദേഹം അതിനെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്തുണച്ച് നടന്ന ഒരു ചടങ്ങല്ല. അത് ഗവർണറുടെ ഒരു വിവേചനാധികാരത്തിൽ നിന്ന് ഭാരതാംബ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് ആ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു V ശിവൻകുട്ടി ചെയ്തത്. P പ്രസാദ് പങ്കെടുത്തില്ല. അപ്പോൾ അതുപോലെയുള്ള സമീപനമായിരിക്കും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണോ UDF നൽകുന്ന ഉറപ്പ്?
തീർച്ചയായിട്ടും ഭാരതാംബ ചിത്രം RSSകാർ ഭാരതാംബ എന്ന് വിളിക്കുന്ന ചിത്രം വെച്ചുകൊണ്ട് രാജ്ഭവൻ നടത്തിയ പരിപാടികളിൽ വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോവുകയും പി പ്രസാദ് അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോവുകയും അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുകയൊക്കെ ചെയ്ത വിഷയത്തിൽ കൃത്യമായി ഞങ്ങൾ അന്നത്തെ സർക്കാരിലെ മന്ത്രിമാരെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്ത് ഒരു തരത്തിലും ഗവർണറെ പിന്തുണയ്ക്കുന്ന നിലപാടല്ല അന്ന് എടുത്തത്. സ്വാഭാവികമായിട്ടും ഈ സർക്കാരിൻ്റെ കാലത്തും ഗവർണർ അത്തരത്തിൽ സംഘപരിവാർ താല്പര്യങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായി എതിർക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ എതിർത്ത് തന്നെ ചേർത്ത് നിന്ന് തന്നെ മുന്നോട്ട് പോകും. അക്കാര്യത്തിലൊന്നും ഒരു സംശയത്തിനും ഇടമില്ലെന്നേ. ശരി, ആ പുതുയുഗത്തിൽ എങ്ങനെയാണ് ഒരു കൊലപാതക കേസിലെ ഒന്നാം പ്രതിയെ ചേർത്ത് പിടിക്കുന്നത്, DCC അംഗമാക്കുന്നത്? ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം വാക്കുകൾ പാലിച്ചോ എന്ന് ചോദിച്ചാൽ 900 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 900 കഴിഞ്ഞ് 1000-ന് മേലേക്കായി പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു എന്നുള്ള തള്ളൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിനുള്ള സമയമായിട്ടില്ല, സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യം. അത് പൊതുസമൂഹം വിലയിരുത്തട്ടെ. പക്ഷേ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റെയിൽ എന്നുള്ള പദ്ധതി സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചു. അത് സർക്കാരിൻ്റെ വാക്ക് പാലിക്കലാണ്. PSC റാങ്ക് ലിസ്റ്റ് നവംബർ വരെ നീട്ടിക്കൊണ്ടുള്ള തീരുമാനമെടുക്കുന്നു. അതുപോലെ ആശാ വർക്കർമാരെ കുറിച്ചിട്ടുള്ള വിഷയം കൃത്യമായി ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നു പറഞ്ഞ് ഓണറേറിയം 3000 രൂപ കൂടി കൂട്ടി 12,000-ലേക്ക് എത്തിക്കുന്ന പ്രഖ്യാപനം വന്നു. അംഗൻവാടി ടീച്ചേഴ്സിൻ്റെയും പ്രീ പ്രൈമറി അധ്യാപകരുടെയൊക്കെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടു. വയോജന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നു. ജൂൺ 15 മുതൽ KSRTCയിലെ സൗജന്യ യാത്രയുടെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞു. ഞാൻ നടപ്പിലാക്കുന്ന സ്റ്റെപ്പിലാണ്. രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ SIT അന്വേഷണം വെച്ച് കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ പെരിയ കൊലപാതക കേസിലെ പ്രതികൾക്ക് ചട്ടം ലംഘിച്ച് പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള സ്റ്റെപ്പ് പരിശോധിക്കുമ്പോൾ വാക്കുകൾ ഓരോന്നും പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മനസ്സിലാക്കാം. ഇനി താങ്കൾ പറഞ്ഞ ഇതിൽ മറ്റൊരാൾ പറഞ്ഞതുപോലെ ഈ VD സതീശൻ മേനോൻ പരാമർശം നടത്തി എന്ന് പറയും. തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അദ്ദേഹത്തിനോ മറ്റാർക്കോ ആരുടെയും അവരവരുടെ പിതാവിന്റെയും മാതാവിന്റെയും പേര് പറഞ്ഞതിനോടൊന്നും എതിർക്കാൻ പറ്റില്ല. അത് നമുക്ക് ജനാധിപത്യത്തിൽ എതിർക്കാൻ പറ്റില്ല എന്നുള്ള രാഷ്ട്രീയ ബോധ്യം നിൽക്കുമ്പോൾ തന്നെ കാലത്തിന് അനുസരിച്ചിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെയാണ് എൻ്റെ വിമർശനം പറഞ്ഞത്. അത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനെതിരായിട്ടായിരുന്നില്ല. അത്തരം സാഹചര്യങ്ങളിൽ എടുക്കേണ്ട ഒരു രാഷ്ട്രീയ നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനപ്പുറത്ത് VD സതീശൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് പറഞ്ഞതിൽ മേനോൻ എന്നുള്ള പരാമർശം വാക്കുള്ളത് കൊണ്ട് CPMകാർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ EMS നമ്പൂതിരിപ്പാടിന്റെയും P കൃഷ്ണപിള്ളയെയും അതുപോലെ വിശ്വനാഥ മേനോൻ അടക്കമുള്ള മേനോന്മാരെയും പിള്ളമാരെയും നായന്മാരെയും നമ്പൂതിരിമാരെയും ഒക്കെ ഒന്ന് ഓർത്തിട്ട് VD സതീശനെ വിമർശിക്കുന്നതായിരിക്കും CPMന് അഭികാമ്യം എന്നുള്ളതാണ് എൻ്റെ അവിടുത്തെ ഒരു ടേക്ക്. പിന്നെ അതുപോലെ വന്ദേ മാതരം ആലപിക്കുമ്പോൾ BJPക്ക് ഇഷ്ടപ്പെടുന്നതും സംഘപരിവാറിന് താല്പര്യമുള്ളതുമായ സ്റ്റാൻസ് ചൊല്ലുമ്പോൾ മിണ്ടാതിരുന്ന് കണ്ടില്ലെന്ന് നടിച്ചാൽ അത് അത്രത്തോളം വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടില്ല എന്നുള്ള വാദത്തോട് എനിക്ക് യോജിപ്പില്ല. സംഘപരിവാറുമായി ബന്ധപ്പെട്ട വിഷയമായാലും വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയമായാലും ഒരു കടുകുമണിക്ക് പോലും സെറ്റിൽമെന്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ ബോധ്യം, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബോധ്യം. ഏതൊരു സാഹചര്യത്തിലും മാത്രം പരാമർശങ്ങളോ ഇടപെടലുകളോ വരുമ്പോൾ കൃത്യമായി നേരിട്ട് തന്നെ എതിർക്കണം എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. മൂന്നാമത്തെ നിങ്ങൾ പറഞ്ഞ നിഖിൽ പൈലിയെ DCC മെമ്പറായി ശുപാർശ ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം. നിഖിൽ പൈലി ധീരജ് കൊലക്കേസിലെ പ്രതിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ധീരജ് കൊലക്കേസിൽ കൊല്ലപ്പെടാൻ കാരണമായിട്ടുള്ള കത്തി കണ്ടെത്താൻ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ പോയത് എന്തുകൊണ്ട്? ആ കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട സമയത്ത് തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ SFIക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇടി നടന്നു, അതിനിടയിൽ കൊല്ലപ്പെട്ടു ധീരജ്. അപ്പോൾ തന്നെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്കൊന്ന് കാത്തിരുന്നുകൂടെ? എന്തിനാണ് ഈ ധൃതി? നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല അതിന്റെ സത്യം എന്ത് അല്ല, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇത്രയും ധൃതി? എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നിലവിൽ നിഖിൽ പൈലി കൊലപാതക കേസിൽ ഒന്നാം പ്രതിയാണല്ലോ, അതിലൊരു സംശയവുമില്ല ആർക്കും, അതിലൊരു തർക്കവുമില്ല. അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ്? നിങ്ങൾ നന്നായി അന്വേഷിക്കൂ, എന്നിട്ട് അതിൽ പിന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തൂ. പക്ഷേ ഈ നിമിഷം നിഖിൽ പൈലി ഒന്നാം പ്രതിയാണ് കൊലപാതക കേസിൽ. അപ്പോൾ എന്തിനാ അങ്ങനെയുള്ള ഒരു മറ്റാരുമില്ലേ നിങ്ങൾക്ക് DCC അംഗമാക്കാൻ? അല്ല ആര്യ, ഞങ്ങൾ ആരെയൊക്കെ DCC അംഗമാക്കണമെന്ന് ഈ നാട്ടിലെ ആര്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള നാട്ടിൽ മറ്റാരെങ്കിലും അല്ല തീരുമാനിക്കുക. അത് കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയപരമായ സംഘടനാപരമായ തീരുമാനമാണ്. ഇനി ഒന്നാം പ്രതിയാണെന്നുള്ളത് വാദത്തിന് വേണ്ടി സമ്മതിക്കുമ്പോൾ തന്നെ ഈ ഒന്നാം പ്രതി കൊല ചെയ്യാനായിട്ട് ഉപയോഗിച്ച കത്തി കണ്ടെത്താൻ പിണറായി വിജയന്റെ പോലീസിന് വർഷങ്ങളോളം കുത്തിയിരുന്ന് അന്വേഷിച്ചിട്ട് കണ്ടെത്താതെ പറ്റിയത് എന്തുകൊണ്ടാണ്?
അതെന്താ പറ്റാതിരുന്നത്? നിഖിൽ പൈലി അല്ല കൊന്നതെന്ന് കൃത്യമായിട്ട് പോലീസിനും അറിയാം. ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു, സംഘടനാപരമായി രാഷ്ട്രീയമായിട്ടും നിഖിൽ പൈലി അല്ല കുത്തിയതെന്നുള്ള കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പിണറായി വിജയനെ കണ്ടെത്താൻ പറ്റാത്ത കത്തി രമേശ് ചെന്നിത്തല കണ്ടെത്തിയിട്ട് നിഖിൽ പൈലിയെ ശിക്ഷിക്കണമെന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമല്ലെങ്കിൽ നിഖിൽ പൈലി കോൺഗ്രസ് അല്ലേ, രമേശ് ചെന്നിത്തല കോൺഗ്രസ് അല്ലേ? നാളെ നിങ്ങൾ പറയില്ലേ ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപം? അപ്പൊ പിണറായി വിജയൻ പരാജയപ്പെട്ടെടുത്ത് നിങ്ങൾ പറയുക നിഖിൽ പൈലി കുറ്റക്കാരാണെന്ന്. നിങ്ങൾ കേസിന്റെ മാത്രം കാര്യം അന്വേഷിക്കരുത്. എന്തുകൊണ്ട് കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നു? എന്തുകൊണ്ട് ഇത്രയും കാലം കുറ്റപത്രം കൊടുക്കാൻ പിണറായി വിജയന് സാധിച്ചില്ല? അതിന് മറുപടി പറയണ്ടേ? ഇനി അഭിമന്യുവിനെ കൊന്നപ്പോ, അഭിമന്യു കൊല്ലപ്പെട്ടപ്പോ എല്ലാ മതിലിലും എഴുതി വെച്ചു വർഗീയത തുലയട്ടെ എന്ന്. എന്നിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് SDPI കൂട്ടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ശ്രമിച്ചു, തെരഞ്ഞെടുപ്പിൽ തോറ്റു. വിജയരാഘവന്റെ SDPI നേതാവിന്റെ വീട്ടിൽ പോയി നല്ല കൊള്ളാവുന്ന ഭക്ഷണം കഴിച്ച് പാട്ടും പാടി നൃത്തം ചെയ്ത് വീട്ടിൽ പോന്നു. ഒരു അഭിപ്രായ വ്യത്യാസം. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും ഈ ജിൻഡോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 7 ദിവസമേ ഒറ്റക്കാര്യം കൊലക്കേസിൽ പ്രതിയാകുന്നവരൊക്കെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റി നിർത്തണമെങ്കിൽ പിണറായി വിജയൻ മാറ്റി നിർത്തപ്പെടണമായിരുന്നു. വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലെ പ്രതിയായിരുന്നു പിണറായി വിജയൻ. രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടണ്ടേ? പെരിയ കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ട പരോൾ കൊടുത്തില്ല ഈ സർക്കാർ. സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്.